അമേരിക്കയ്ക്ക് കൂടുതൽ തിരിച്ചടി ഉണ്ടാകുന്നതിന്റെ ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അമേരിക്കൻ സേനയുടെ ഒരു F-16 വിമാനം കുവൈറ്റിൽ തകർന്നു വീണതായി ദൃക്സാക്ഷികൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പൈലറ്റ് ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ട്. വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആ നിലയിൽ വലിയ തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക്. ഇത് ശരിയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ എന്തായാലും ശരിയാണ് എന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. F-15 തന്നെയാണ് തകർന്നു വീണത് എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കൻ പക്ഷത്തു നിന്ന് വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരും ഈ F-15 ഷോട്ട് ഡൌൺ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. കുവൈത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊരു ആരാണിത് വീഴ്ത്തിയത്, ഇതെങ്ങനെയാണ് തകർന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. ഇത് ഫ്രണ്ട്ലി ഫയർ ആണ് എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഇറാൻ അനുകൂല മാധ്യമങ്ങളിൽ അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ചില ഹാൻഡിലുകൾ ഇത് തങ്ങൾ വീഴ്ത്തിയതാണ്, അമേരിക്കയുടെ വിമാനം വീഴ്ത്തിയതാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. പലപ്പോഴും കോമ്പാറ്റ് സോണിൽ നമുക്ക് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഹോസ്റ്റൈൽ ആയ അല്ലെങ്കിൽ ശത്രുപക്ഷത്തുള്ള വിമാനമാണ് എന്നൊക്കെ തന്നെ തെറ്റിദ്ധരിച്ച് ഈ നിലയിൽ വിമാനങ്ങൾ വീഴ്ത്തുന്ന അല്ലെങ്കിൽ ശത്രുപക്ഷത്താണ് എന്ന് കരുതി സ്വന്തം വിമാനങ്ങളൊക്കെ തന്നെ വീഴ്ത്തുന്ന സാഹചര്യങ്ങൾ മുൻപ് നമ്മൾ ഇത്തരം യുദ്ധമേഖലകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഈ പൈലറ്റ് എന്തായാലും പുറത്തു കടന്നിട്ടുണ്ട്. പൈലറ്റ് ഇപ്പോൾ ഒരു SUV-യുടെ പിന്നിൽ പൈലറ്റ് കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. അത് ഈ F-15 പൈലറ്റ് തന്നെ ഇജക്ട് ചെയ്ത് അദ്ദേഹം തന്നെയാണ് അത് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ വാഷിംഗ്ടണോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇതൊരു ഫ്രണ്ട്ലി ഫയർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഈ ശത്രുപക്ഷത്താണ് എന്ന് കരുതി പ്രതിരോധത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ് എന്ന ഒരു വ്യാഖ്യാനമാണ് ഒരു വിഭാഗത്തു നിന്ന് ഇപ്പോൾ ഉയരുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അമേരിക്കയുടെ F-15 വീണു എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിച്ച് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന വിവരം. അത് കുവൈത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ എന്തായാലും ഒരു വ്യക്തതയുണ്ട്. പൈലറ്റ് സുരക്ഷിതരാണ്. നേരിയ നിസാര പരിക്കുകളോടെയാണ് അദ്ദേഹം പുറത്തു കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമായി വരുന്ന വിവരങ്ങൾ. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചോളം ഈ യുദ്ധം തുടങ്ങിയ ദിവസം 8 മിനിറ്റ് വീഡിയോയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, നമ്മുടെ പക്ഷത്തും കാഷ്വാലിറ്റീസ്, ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. ഇത് ഏത് യുദ്ധമേഖലയിലും സാധാരണ